ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വായിലിട്ടാൽ അലിഞ്ഞു പോകും രുചിയിൽ 1 kg 3 മിൽക്ക് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഉണ്ടാക്കാനും നല്ല ഈസിയാണ്, കഴിക്കാൻ പിന്നെ പറയണ്ട, അതിലേറെ ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ ഒരു അടിപൊളി 3 മിൽക്ക് കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അതിനുശേഷം തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ കാണും, അതും ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യണേ. അന്നേരം അതിൽ 3 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുകയുള്ളൂ. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചർ മുട്ട തന്നെ എടുക്കാം. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിലാക്കിയെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടി നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് ബീറ്റ് ചെയ്യുക. ഒരു 6 മിനിറ്റോളം ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലായി കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ അത് ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിലേക്ക് 1/4 കപ്പ് ഓയിലും 1/2 കപ്പ് ചെറു ചൂടിലെ പാലും കൂടി എടുത്തിട്ടുണ്ട്. അതും കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്യരുത്, ഏറ്റവും കുറഞ്ഞ സ്പീഡിലിട്ടിട്ടൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഓയിലും പാലും വാനില എസൻസും ഒക്കെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീറ്ററിന്റെ ആവശ്യമില്ല. ഇനി നമ്മൾ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വിസ്ക് വെച്ചിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ടോ എന്തെങ്കിലും കയ്യിൽ വെച്ചിട്ടോ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ സ്പീഡിൽ അങ്ങോട്ട് ഇളക്കരുത്, ചെറുതായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അടിയിലും സൈഡിലും ഒക്കെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ കേക്കിൻ്റെ ബാറ്റർ മുഴുവനും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റായ ഓവനിൽ കേക്ക് ടിന്ന് വെച്ചതിന് ശേഷം ടെമ്പറേച്ചർ ഒന്ന് കുറച്ചിട്ട് 160 ഡിഗ്രിയിലാക്കിയിട്ട് 35-40 മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്കാവാനായിട്ട് ടൈം എടുക്കുക. ഓരോ ഓവൻ അനുസരിച്ചിട്ട് ബേക്കിംഗ് ടൈമിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ കേക്ക് ബേക്കായതിനു ശേഷം ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കറക്റ്റ് 35 മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്കാവാനായിട്ട് ടൈം എടുത്തത്. ഇനി നമുക്കിതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്ക് സോക്ക് ചെയ്യാനുള്ള പാലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡും 1/2 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്കും, ഇവാപ്പറേറ്റഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സാധാരണ പാലെടുത്താൽ മതി. 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു 3 മിൽക്ക് വെച്ചിട്ട് സോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് കേക്കിന് 3 മിൽക്ക് കേക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ചൂടാറിയ കേക്കിലേക്ക് ഈ മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കേക്ക് ഇപ്പം നല്ലതുപോലെ ചൂടൊക്കെ പോയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും.
ഇനി ഞാൻ ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഒരുപാട് കട്ട് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മളിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് കട്ട് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. അങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. പിന്നെ ഈ ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ ക്രീമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ കേക്കിൻ്റെ മുകൾ ഭാഗം മുഴുവനായിട്ട് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത പാലുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത പാല് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒന്നിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പകുതിയോളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത മിൽക്ക് മുഴുവനും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്തത് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒറ്റ തവണ ഒഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു 10-15 മിനിറ്റോളം പകുതിയോളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നിച്ച് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ക്രീമൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ ഒരു മിൽക്ക് കേക്കിലേക്ക് നന്നായിട്ട് സോക്കായി കിട്ടും. അപ്പോൾ നമുക്കൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ മാറ്റാം. കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂറാകുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കേക്കിന് 1 കപ്പ് വിപ്പിംഗ് ക്രീം മതിയാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്നും ക്രീം ഇട്ട് കൊടുക്കുന്നില്ല, ഒന്ന് മുഴുവനായിട്ട് കവർ ചെയ്ത് പിന്നെ ഒന്ന് ചെറുതായിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം മതിയാവും. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് ക്രീമൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു മുകളിൽ കാണുന്നത് പ്രശ്നമാക്കണ്ട, നമ്മൾ മുകൾ ഭാഗം കട്ട് ചെയ്തത് കൊണ്ടാണ് ഇതുപോലെ കാണുന്നത്. ഇനി നമുക്കിതിലേക്ക് ക്രീമൊക്കെ ഇട്ടിട്ടൊന്നും ഫുൾ കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ക്രീം ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ക്രീം കൊണ്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇതുപോലൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ലൈൻസ് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കേക്ക് ബോർഡിൻ്റെ മുകളിലായതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. നോസിലൊന്നും ഇട്ടിട്ടില്ല, അറ്റമൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. കേക്കിൻ്റെ മുകളിലായിട്ട് മുഴുവനായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കേക്കിൻ്റെ മുകളിലായിട്ട് മുഴുവനും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ബോർഡറും ഒന്ന് ആക്കി കൊടുക്കാം. അങ്ങനെ ബോർഡറും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ലൈസ് ചെയ്ത പിസ്താച്ചിയോ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സ്ലൈസ് ചെയ്ത ചെറിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. അങ്ങനെ മുകളിലായിട്ട് പിസ്ത സ്ലൈസ് ചെയ്തതും ചെറി സ്ലൈസ് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ബോർഡറിലും ചെറി സ്ലൈസ് ചെയ്തത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി 3 മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കാണാൻ മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു 3 മിൽക്ക് കേക്ക്. ആ ഒരു 3 മിൽക്കും കൂടി നമ്മൾ
കേക്കിലേക്ക് നന്നായിട്ട് സോക്ക് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ അലിഞ്ഞു പോകും വായിലിടുമ്പം തന്നെ. പിന്നെ ഇതുപോലെ കേക്കിൻ്റെ രീതിയിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. പുഡിങ് പോലെയും നമുക്കിത് ചെയ്യാവുന്നതാണ്. പുഡിങ് രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ പുഡിങ് ട്രേയിൽ ബാറ്റർ ഒഴിച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഫോർക്ക് കൊണ്ട് നന്നായിട്ട് കുത്തി കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു മിൽക്ക് മിക്സ് ചെയ്തത് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്യാവുന്നതാണ്. അതേതാണോ നിങ്ങൾക്കിഷ്ടം അതുപോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും നമുക്കിത് കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 kg 23 ഗ്രാമാണ്. അപ്പോൾ 1 kg ആയിട്ട് നമുക്കിത് പുറത്തൊക്കെ വിൽക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.